ഹലോ, നമ്മുടെ ഒരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് വന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൊടിയേറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനും അമ്മയും പിള്ളേരും കൂടെ രാവിലെ തന്നെ കുളിച്ചറിലെ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങിയപ്പോഴേക്കും കൊടിയേറ്റത്തിനുള്ള സമയമായിട്ടുണ്ട്. ഈ കൊടിയേറ്റത്തിന് പോയപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാതിരിക്കുന്ന നമ്മളുടെ കുറേ നെയ്ബേഴ്സിന്, അതായത് ഇങ്ങനത്തെ ഒരു ഒക്കേഷൻ വരുമ്പോഴാണല്ലോ എല്ലാവരും ഒത്തുകൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി, കുറേ പേരോട് നമ്മൾ സംസാരിച്ചു. പിന്നെ അവിടെ കണ്ടതിൽ ഒരു മുക്കാഭാഗത്തോളം ആൾക്കാർ വന്നിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അവർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഹാപ്പിനെസ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ അത്ര അടുത്തേക്കുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടാത്തൊരു സപ്പോർട്ടാണ് പുറത്തുള്ള ആൾക്കാരിൽ നിന്നൊക്കെ. അത് ഞങ്ങൾക്കൊന്നുമില്ല കേട്ടോ, എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം നമ്മുടെ അടുത്ത ബന്ധുക്കൾ പോലും നമ്മുടെ വീഡിയോ ലൈക്ക് പോലും ചെയ്യാണ്ട് പോകുമ്പോൾ നമ്മളെ കുറച്ച് അകലെയുള്ള ആൾക്കാർ, അതായത് നമ്മുടെ നെയ്ബേഴ്സ് തന്നെ പറയാം, നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, നമ്മുടെ വീഡിയോയിലൂടെ മാത്രം കണ്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ വന്ന് നമ്മളോട് സംസാരിച്ച് നിങ്ങളുടെ വീഡിയോ നല്ലതാണ്, ഇന്ന പോലെ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനൊക്കെ അവർ കാണിക്കുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ കുറെ നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇന്ന് കഴിഞ്ഞപ്പോഴും കൊടിയേറ്റത്തിനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ കൊടിയേറ്റമൊക്കെ കണ്ടു പ്രാർത്ഥിച്ച് പത്തി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ വീഡിയോയില് ഞാൻ 2 ദിവസത്തെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. ഇത് നമ്മള് അമ്പലത്തിൽ തന്നെയുള്ള ഒരു പൂമൂടൽ എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടതാ ഞാനും അമ്മയും ചേച്ചിയും എല്ലാരും കൂടെ ഒരുങ്ങി ഇറങ്ങുവാണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മളുടെ ഒരു റിലേറ്റീവാണ് അമ്പലത്തിലേക്ക് നിന്ന് ഇറങ്ങിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പൂത്താലായിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഞങ്ങളതാ പത്തിയെ നടന്ന് അവരുടെ വീടെത്തിയപ്പോ ഉണ്ടതാ അവിടത്തെ ഫ്രണ്ടിൽ ആന നിൽക്കുന്നു. അങ്ങനെ കുറച്ചു നേരം ആനനെയൊക്കെ നോക്കിയിരുന്ന് മോന ആനനെ കുറച്ചു നേരം കാണിച്ചു കൊടുത്ത് അങ്ങനെ നിന്നപ്പോഴേക്കും അവിടെ പൂജയൊക്കെ തുടങ്ങി. പിന്നെ പൂത്താലത്തിന് ഇറങ്ങാനുള്ള സമയമായി. അങ്ങനെതാ ഞങ്ങള് പതിയെ പൂജയൊക്കെ കണ്ടു നിന്ന് അവിടെ നിന്ന് ഇറങ്ങാം. ഈ വീട്ടിലുള്ള ഫാമിലിയാണ് പൂമൂടല് നേർന്നേക്കുന്നത്. അപ്പൊ അവരുടെ വീട്ടിൽ നിന്നാണ് താലായിട്ട് പൂവായിട്ട് പോകുന്നത്. ഈ ആനന് എത്ര പേടിയാണെന്ന് പറഞ്ഞാലും ഒന്നിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമൊക്കെയാണ്. അങ്ങനെ അവരവിടെ വീട്ടിൽ നിന്ന് പൂത്താലമൊക്കെ ഇട്ട് ഇറങ്ങി. ഇതൊക്കെ കംപ്ലീറ്റ് നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ്. എല്ലാവരും കൂടെ പതിയെ നടന്ന് അങ്ങനെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ ഇവരിറങ്ങിയപ്പോഴൊക്കെ വെടിക്കെട്ടും കാര്യങ്ങളും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തേക്കാട്ടോ എങ്ങനെയാണ് ഭഗവാനെ പൂമൂടൽ കഴിഞ്ഞതിന് ശേഷം കാണാൻ പറ്റുന്നതെന്ന്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.